ഇത് വളരെ സ്നേഹപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വേറൊന്നുമല്ല, പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ മഴക്കാലമാകുമ്പോൾ വിറക് ശേഖരിച്ചു വെക്കുക, ഈ ഓല, കൊതുമ്പെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്, കേരളത്തിൽ വ്യത്യസ്ത പേരുകളിലായിരിക്കും. അതൊക്കെ ശേഖരിച്ച് കരുതി വെക്കുന്ന ഒരു ഏർപ്പാട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, മെയ് അവസാനം മഴ വരും, പിന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെയൊക്കെ മഴ നീണ്ടുപോകും, ചിലപ്പോൾ സെപ്റ്റംബർ വരെയൊക്കെ പോകാം. അപ്പോൾ അതിനുവേണ്ടിയാണിത് കരുതി വെക്കാറുള്ളത്. പക്ഷേ ഈ ഗ്യാസ് വന്നതോടുകൂടി നമ്മൾ അതിൻ്റെ പണി അങ്ങ് നിർത്തി. വീടുകളിലൊക്കെ അടുപ്പുണ്ട് പലയിടങ്ങളിലും, ഫ്ലാറ്റുകളിലേ ഉള്ളത് അങ്ങനെ ഇല്ലാത്തത്. ബാക്കി വീടുകളിലൊക്കെ ചെറിയ വിറകടുപ്പുകളുണ്ട്. ചിലത് പുകയില്ലാത്ത അടുപ്പെന്ന പേരിലുണ്ട്, മറ്റ് ചിലത് നമ്മൾ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് കയറി താമസത്തിന് പാല് തിളപ്പിക്കുക, പാല് കാച്ചുക എന്നൊക്കെ പറയുന്നതിന് വേണ്ടി വിറകടുപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വിറകടുപ്പ് അവിടെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യമുള്ളത്, വിറക് ശേഖരിക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, ആ സംവിധാനത്തെക്കുറിച്ചൊന്നും നമ്മൾ വല്ലാണ്ട് ചിന്തിച്ചിട്ടില്ല. ഒരുപാട് പറമ്പും ചുറ്റുപാടും ഉള്ളവർ പോലും അത് ആലോചിക്കാറില്ല. സംഗതി വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഗ്യാസ് ഒരു മെസ്സേജ് അയക്കുക, വരുന്നത് കാത്തിരിക്കുക. പഴയതുപോലെ ഇത്ര ദിവസം വിളിച്ചു പറഞ്ഞാൽ 3 ദിവസം 4 ദിവസത്തിനകമൊന്നും കിട്ടുന്നില്ല. ഇത് 1-1.5 മാസമൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വരുന്നത് അറബി നാടുകളിൽ എന്നാണ്. നമ്മളിവിടെ ഫാദർലാൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പോയി കെട്ടിപ്പിടിച്ചെന്ന് വിചാരിച്ച് അവിടുന്ന് ഗ്യാസൊന്നും വരില്ല. കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് സ്വയം ഈ എന്താ പറയുന്നത്, അത്തരം ഗ്യാസ് ട്രബിളിന് പരിഹാരം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ നിന്ന് ഗ്യാസൊന്നും ഉണ്ടാവില്ല. അമേരിക്കയുടെ ഒരു നിലപാടനുസരിച്ച്, ഇസ്രയേലിൻ്റെയും ഒരു സംസ്കാരം അനുസരിച്ച്, ഏത് നിമിഷവും ഏത് സെറ്റിൽമെൻ്റ് ഉണ്ടായാലും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അടിച്ചിട്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും അവർ തന്ത്രപരമായി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുക മിഡിൽ ഈസ്റ്റിലായിരിക്കും. അതിപ്പോൾ വളരെ വ്യക്തമാണ്. ഖത്തറും അതുപോലെ തന്നെ അബുദാബിയും ഒക്കെ ടാർഗറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി വന്നാൽ ബാക്കിയെല്ലാം പോയാലും നമുക്ക് പരിഹാരമുണ്ട്. ഇപ്പോൾ ഫാക്ടറി പ്രവർത്തിച്ചില്ലെങ്കിൽ പരിഹാരമുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ പരിഹാരമുണ്ട്. പക്ഷേ ഭക്ഷണമില്ലാതാകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയാൽ വലിയ പ്രയാസമാണ്. ഇതിന് പ്രതിസന്ധി വരും, അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ ചിരിക്കും. 10, 70 അല്ലെങ്കിൽ 100 ദിവസം മുമ്പാണെങ്കിൽ നമ്മളൊക്കെ ചിരിക്കും. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുകയാണ്. പലയിടത്തും ചായയില്ല. കാരണം എന്താ വെച്ചാൽ സ്ഥിരമായി കത്തിച്ച് നിർത്താൻ ഗ്യാസില്ല. പല ഹോട്ടലുകളിലും ഈ സാധാരണ ഉള്ള നാടൻ ഭക്ഷണമൊക്കെ മാറിയിട്ട് ബിരിയാണി മാത്രമേ ഉള്ളൂ. വെക്കാൻ പെട്ടെന്ന് എളുപ്പമുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയും കുറച്ച് ദിവസം കൂടി ഉണക്കുകാലമുണ്ട്. ചൂട് ചൂട് ചൂടെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം മഴയും തുടങ്ങി ഗ്യാസും പ്രതിസന്ധിയിലായാൽ നമ്മുടെ കുടുംബങ്ങളിലെ ഗ്യാസ് തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടുള്ളവർ കുറച്ചൊരു കരുതലോടെ 1 വർഷത്തേക്ക് ഈ മഴക്കാലമെങ്കിലും ഒന്ന് മറികടക്കാൻ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ, പറക്കി വെച്ചാൽ നന്നായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്.